എൻ്റെ പേര് നിഖിൽ രാജ് എന്നാണ്. ഞാൻ തൃശ്ശൂർ രൂപതയിലെ ചിയാരം സേവനാലയം ദേവാലയത്തിലൊരു അംഗമാണ്. എൻ്റെ പപ്പയും അമ്മച്ചിയും ചേട്ടനും അനിയത്തി അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്. എൻ്റെ പേര് സുജാത കുര്യാക്കോസ്. ഞാൻ ഇടുക്കി രൂപതയിലെ വാഴത്തോപ്പ് സെൻറ്റ് ജോർജ് കത്തീഡ്രൽ ഇടവക അംഗമാണ്. എനിക്ക് മാതാപിതാക്കളും 4 സഹോദരങ്ങളുമുണ്ട്. അതിൽ 4ാമത്തെ ആളാണ് ഞാൻ. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ മറ്റം ഫൊറോനയിൽ ചിറ്റാട്ട ഇടവകാംഗമായ സിംസനാണ്. എൻ്റെ വീട്ടിലെ ഭാര്യ, അമ്മ, 2 മക്കൾ. ഭാര്യ മണലൂർ പുത്തമ്പള്ളി ഇടവകാംഗവും, പേര് നിഷ. 2004 വിവാഹം കഴിഞ്ഞത്. മക്കളുടെ പേര് എൽന, ലെന. അവർ 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്നു, ചിറ്റാട്ട ഹൈസ്കൂളിൽ തന്നെ. ആയിരത്തി 1988 ഡിസംബർ മാസം 7-ാം തീയതി ഉണ്ടായ ഒരു ബസ് അപകടമാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അന്ന് ഞാൻ മുരിക്കാശ്ശേരി പവനാത്മ കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. കോളേജ് വിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കയറിയ ബസ് ഒരു ബൈക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഒരു തോട്ടിലേക്ക് മറിഞ്ഞു. ആ അപകടത്തിൽ അന്ന് 8 കുട്ടികൾ മരിക്കുകയും എന്നെപ്പോലെ ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈശോ എന്നെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ഒരു സംഭവമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ 2012 ഫെബ്രുവരി 16-ാം തീയതി ഞാൻ വാർക്കപ്പണിക്ക് പറഞ്ഞു. ഞാൻ വാർക്കപ്പണിക്കാരനാണ്. പണിക്ക് പോകുന്ന സമയത്ത് കാലത്ത് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറി. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേച്ചേരിയിൽ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് മത ഇളകി വന്നൊരു ആന ഞാൻ സഞ്ചരിക്കുന്ന ബസ്സിന് ഉണ്ടായത്. മറിച്ചിട്ടപ്പോൾ ഞാൻ അതിൻ്റെ ബസ്സിൻ്റെ ഉള്ളിൽ താഴത്തേക്ക് വീണു. ബസ് എൻ്റെ മേലെ വന്ന് വീണു. ആ ബസ് മേലെ വന്ന് വീണു. ഞാൻ ഓൾറെഡി ബസ്സിൻ്റെ അടിയിൽ പെടുന്ന അങ്ങോട്ട് ബസ്സിൻ്റെ അടിയിൽ പെട്ടുപോയി. അങ്ങനെ ആൾക്കാരെ കൂടി വന്നു. ആനനെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ചു. ബസ് പൊന്തിച്ചു. ബസ് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് കടത്തി. എന്നിട്ട് ആൾക്കാരെ കൂടി വന്ന് ബസ് പൊന്തിച്ചു. അവരെ കയ്യിൽ പിടിയർച്ചില്ല. പിന്നെ വീണു. മുട്ടുമുള ഇട്ടിട്ട് പൊന്തിച്ചു. അത് ഒടിഞ്ഞ് വീണു. അവസാനം JCB പറഞ്ഞ ഒച്ച കേട്ടു. അപ്പോൾ എനിക്ക് ധൈര്യമായി. JCB അല്ല പറഞ്ഞേ, എന്തായാലും എടുത്ത് പൊന്തിക്കും, കാരണം അമ്മതിക്കാൻ സാധനമില്ല. അങ്ങനെ JCB പൊന്തിച്ചു. പറഞ്ഞുകൊണ്ട് JCBയുടെ കയ്യെ ഒടിഞ്ഞിട്ട് പിന്നെയും ബസ് വീണു. അങ്ങനെ നിൽക്കുമ്പോഴേക്കും പോലീസുകാരും സൈറനും ആംബുലൻസിന് ബഹളം കേൾക്കാണ്ട്. അപ്പോൾ പോലീസുകാർ വന്ന് പറഞ്ഞു, ഇനി ഒരാളും തൊടണ്ട, ക്രെയിൻ വരുത്താൻ, ക്രെയിൻ വന്നിട്ട് എടുത്താൽ മതി എന്നത്. അങ്ങനെ ക്രെയിൻ വന്നിട്ട് വലിയ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ബസ്സിനെ പൊക്കിയിട്ടാണ് എന്നെ എടുത്തത്. അപ്പോഴേക്കും ഏകദേശം ഈ ഉപ്പേരിയിലൊക്കെ ഇടാൻ വേണ്ടി ഇഞ്ചി ഉള്ളിലൊക്കെ ചതച്ച രൂപത്തിലായി ഞാൻ. അങ്ങനെ അവിടെ നിന്ന് എടുത്തു. ആംബുലൻസിലൊക്കെ കയറ്റി അമല ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇന്ന് രാത്രി 8 മണി വരെ, അതിൻ്റെ അപ്പുറം ജീവിക്കില്ല. കാരണം കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞു. ഉള്ളിൽ ബ്ലാഡറും യൂറിൻ്റെയും മോഷൻ്റെയും കുടലും കംപ്ലീറ്റ് ബ്ലാഡറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ 8 മണി വരെയാണ് മാക്സിമം സമയമുള്ള. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചാൽ പുള്ളിക്ക് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാരുടെ സമയമായിരുന്നു അത്. പക്ഷേ ദൈവത്തിൻ്റെ സമയമായിട്ടില്ല. ദൈവം പ്രത്യേകമായിട്ട് തന്നെ തിരഞ്ഞെടുത്തിട്ട് മാറ്റി നിർത്തിയതായിരുന്നു. കണ്ണിൻ്റെ കാഴ്ച സ്പോട്ടിൽ പോയി. ബസ്സിൻ്റെ അടി എടുക്കുമ്പോൾ തന്നെ കാഴ്ച പോയി. നട്ടൽ 2 ചിന്നി. പിന്നെ യൂറിൻ്റെ ബ്ലാഡർ മോഷൻ്റെ ഇതൊക്കെ കംപ്ലീറ്റ് തകർന്നു പോയി. ഇടുപ്പിൽ തകർന്നു. ഇവിടെ കൈ ഒടിഞ്ഞു. പിന്നെ തലയുടെ ബാക്കിൽ പൊട്ടി. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ യൂറിൻ ട്യൂബ് ഇട്ടുണ്ട്. അത് അടിവയറിൽ തുളച്ചിട്ടാണ് യൂറിൻ ട്യൂബ് ഇട്ടാണ്. മോഷന് ഇവിടെ കവർ വെച്ചിട്ടുണ്ട്. കൊളസ്ട്രോൾ ചെയ്തിട്ട് കവർ വെച്ചേക്കാണ്. അപ്പോൾ ഒക്കെ തമ്പുരാൻ്റെ കൃപ കൊണ്ട് കുറച്ച് മെഷീനുകൾ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ദൈനംദിന ജീവിതങ്ങളൊക്കെ കടന്നു പോണത്. 6 വർഷം മുമ്പുണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ പെട്ടിട്ടാണ് എൻ്റെ ജീവിതം ഈ വീൽ ചെയറിൽ മാത്രമായത്. 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിരുന്നു. ബൈക്കിലായിരുന്നു യാത്ര. പ്രായത്തിൻ്റെ അത്രയിലും ആവേശമൊക്കെയുള്ള കാരണം നല്ല സ്പീഡിലായിരുന്നു യാത്ര. അതുപോലെ ഹെൽമെറ്റൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ മൊബൈലിലൊരു ഫോൺ കോൾ വന്നു. എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ എനിക്ക് പറഞ്ഞ അഹങ്കാരം കൊണ്ടോ എന്തോ ബൈക്ക് സൈഡിൽ ഒതുക്കി നിർത്തിയ ശേഷം ഫോൺ എടുക്കാനുള്ള ക്ഷമയും സാവകാശം എനിക്കപ്പോൾ തോന്നിയില്ല. സാധാരണ എല്ലാവരും ചെയ്യണ പോലെ തന്നെ
ഒരു കയ്യിൽ ഞാൻ ഹാൻഡിൽ പിടിച്ചു, മറ്റേ കൈ കൊണ്ട് ഞാൻ ഫോൺ എടുക്കാൻ നോക്കി. പെട്ടെന്ന് എനിക്ക് ബാലൻസ് കിട്ടിയില്ല. തൊട്ട് മുമ്പിലുണ്ടായിരുന്നൊരു വളവിൽ ബൈക്ക് സ്കിഡ് ചെയ്ത് അടുത്തുണ്ടായിരുന്നൊരു പോസ്റ്റർ അടിച്ചു. അത്ര എനിക്ക് ആകെ ഓർമ്മയുള്ളൂ. പിന്നെ ഓർമ്മ വരുന്നത് 3-4 ആഴ്ച കഴിഞ്ഞിട്ടാ. ഓർമ്മ വരുമ്പോൾ ഞാൻ ആശുപത്രിയിലെ വെൻറ്റിലേറ്റർ ഐസിയുലായിരുന്നു. ആ ഒരു കിടപ്പ് നീണ്ടൊരു 18 മാസക്കാലം ആശുപത്രിയിൽ തന്നെയായിരുന്നു സ്ഥിരമായിട്ടുള്ള ജീവിതം. അതിൽ 13 മാസം ഞാൻ വെൻറ്റിലേറ്ററിലായിരുന്നു. ആ ഒരു സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ ശരീരത്തിന് പുറമെ കാണത്തക്ക രീതിയിൽ അധികം മുറിവോ പരിക്കോ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ കഴുത്തിന് 3 എല്ലൊടിഞ്ഞ് സ്പൈനൽ കോളേജിൽ പെട്ട് കഴുത്തിന് താഴോട്ട് ശരീരം പൂർണ്ണമായിട്ടും തളർന്നു പോകുന്ന കാര്യം എനിക്ക് മനസ്സിലായത്. ഈശോയുടെ ഉയർപ്പ് ഞായർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. കാരണം സഹനങ്ങൾക്കും പീഡകൾക്കപ്പുറം കാലുവരി കുരിശിൽ മരിച്ച് ഈശോ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ആ ഒരു സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് സമർപ്പിച്ചാൽ ഉറപ്പായിട്ടും ഈശോ ഉയർത്തെഴുന്നേറ്റ പോലെ നമുക്കും ഈ ജീവിതത്തിനപ്പുറം ഉയർത്തെഴുന്നേക്കാനും ഈശോയിലൂടെ വസിക്കാനുള്ള അനുഗ്രഹം കർത്താവ് നമുക്ക് തരും. റോമ 8:18 പറഞ്ഞ പോലെ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമായി ഞാൻ കാണുന്നു. നമ്മുടെ ഈ ഭൂമിയിൽ ജീവിതം കുറച്ചുള്ളൂ. അതിനപ്പുറം ഇനി വരാനിരിക്കുന്ന ജീവിതത്തിന് കാരണമാവുന്നത് ഈ സഹനങ്ങളും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു സത്യം മനസ്സിലാക്കിയ ഈശോ ഉയർത്തെഴുന്നേറ്റ പോലെ നമ്മളെല്ലാവരും ഈശോയുടെ കൂടെ ഉറപ്പായിട്ടും ഉയർത്തെഴുന്നേക്കും. എനിക്ക് സത്യത്തിൽ എൻ്റെ ഈ അപകടം കൊണ്ടുണ്ടായ എന്താണ് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ന് എനിക്ക് പലപ്പോഴും ആദ്യമൊന്നും ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൗൺസിലിങ്ങിനുള്ള ഒരു വരമുണ്ട്. വീട്ടിലേക്ക് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കുന്നവരൊക്കെ ഇങ്ങനെ അവരുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടല്ല, ഒരു നോർമൽ സ്റ്റേജിലുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടാണ് കാണാത്തവരൊക്കെ എന്നോട് വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ഒരാളാണെന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ ഒന്നുമല്ല, അപ്പോൾ മോൾ ഇത്ര സഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് സംസാരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഇങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ ഈശോയുടെ ഒരു പദ്ധതി എന്ന് എനിക്ക് തോന്നുന്നു. ഒരു രോഗിനെ കാണാൻ മറ്റൊരാൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 ആൾ ഒരു രോഗിനെ കാണാൻ വന്നാൽ എൻ്റെ ശൈലിയിൽ പറഞ്ഞാൽ ആ ഒരു 8 ആൾക്കാരും രോഗിനെ കൊല്ലാനായിട്ടാണ് വരണേ. ഈ കൊല്ലാനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള സംഭവം. അവർ വന്നപ്പോൾ സംസാരിക്കുക, ഇപ്പോൾ എന്നോട് സംസാരിക്കാൻ വെച്ചാൽ പറയും, നിനക്ക് എത്ര നാളെ ഇത് പറ്റിയിട്ട്? എനിക്ക് 6 കൊല്ലമായി. ബസ് പറഞ്ഞിട്ട് പറ്റിയിട്ട് 6 കൊല്ലമാ. അയ്യോ, അവിടെ എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു ബന്ധു ഉണ്ടായിരുന്നു, അവൻ ഓഡർഷൻ പറഞ്ഞു 3-ാമത്തെ ദിവസം അവൻ മരിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കണത് ഓഡർഷൻ പറഞ്ഞിട്ട് 3-ാമത്തെ ദിവസം അവൻ മരിച്ചു, അപ്പം ഞാൻ ബസ് പറഞ്ഞിട്ട് 6 കൊല്ലമായിട്ട് മരിച്ചില്ല, അപ്പം എൻ്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അങ്ങനെ പറഞ്ഞു പോകുന്നത് അവിടെ കിടന്നിട്ട് അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ല. അതേ അവർ കാണാൻ കുറേ ആൾക്കാർ അങ്ങനെ സംസാരിക്കും. അത് മനുഷ്യ ശൈലിയാണ് അത്. കാരണം നമുക്ക് രോഗികൾ കാണാമെന്ന് മരിച്ചവരുടെ കാര്യം മാത്രമേ പറയുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിൽ അവർ കേൾക്കുമ്പോൾ നിരാശ വരും. ഈ നിരാശ എന്ന് പറയുന്നത് സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധമാണ്. അത് ഈ നിരാശ എത്ര വലിയ വിശ്വാസിനാണ് ചെറിയൊരു ഇത് കൊടുത്തിട്ട് നിരാശയിൽ പെടുത്തി കഴിഞ്ഞാൽ തളരാൻ തുടങ്ങും. ആ നിരാശ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഇത് പ്രശ്നമല്ല. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നുമല്ല. നമുക്ക് ഇനിയും കുറേ കാര്യം ചെയ്യാണ്ടെന്നൊരു പോസിറ്റീവ് എനർജിയിൽ ചിന്തിക്കും, പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നിരാശയിലേക്കുള്ള എല്ലാ മക്കളും ഞാൻ ഉറപ്പ് തരാം, എത്രയും വേഗം നിരാശ ജീവിതത്തിന് പ്രത്യാശ ജീവിതത്തിലേക്ക് വരാനും ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്തവർക്ക് എഴുന്നേറ്റ് നടക്കാൻ ഒരു പ്രത്യേക പ്രചോദനം കിട്ടാനും എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ധ്യാനം 91 ജൂലൈയിലാണ് ധ്യാനം കൂടിയത്. ആ ധ്യാനം കൂടിയ സമയത്ത് ശരീരം സൗഖ്യമായതേയില്ല. പക്ഷേ എനിക്ക് അന്ന് കിട്ടിയ ആ ഒരു ധ്യാനത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇന്നും എൻ്റെ മനസ്സിലിങ്ങനെ കടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും മരിക്കാൻ പറ്റാണ്ട് അത്രയധികം വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ആ ആശുപത്രിയിൽ ജോലി ചെയ്യണ ജോസാൻ്റെ എന്ന് പറഞ്ഞൊരു അച്ഛനെ ഞാൻ പരിചയപ്പെട്ടത്. ആ അച്ഛൻ ഒഴിവ് സമയം കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കും, സംസാരിക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തരും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും ലോകം മുഴുവൻ വേണ്ടി സഹിച്ച വേദനകളും പീഡകളും കുരിശുമരണവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തരും. അച്ഛൻ്റെ വാക്കുകൾക്കിടയിൽ അച്ഛൻ പറഞ്ഞ 2 വചനം
ശരിക്കും എൻ്റെ മനസ്സിനെ ഒരുപാട് സ്പർശിച്ചു എന്ന് വേണം പറയാനായിട്ട്. ആ വചനം ഇതാണ്, സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടെ രക്ഷിക്കുന്നു. അതുപോലെ റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അച്ഛൻ്റെ വാക്കുകളും ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഒരുപാട് സന്തോഷമായി. അതിനൊരു കാര്യം മനസ്സിലായി, പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്ന നമ്മുടെ കർത്താവ് പറയാണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നും, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടുണ്ടെന്നും, ഒരിക്കലും എൻ്റെ ദോഷത്തിനായിട്ടല്ല നന്മയ്ക്കായിട്ട് മാത്രമേ ഈശോ അങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ധ്യാനം കൂടിയതിന് ശേഷമാണ് ശരിക്കും ഞാൻ ആളുകളോട് ഒരുമാതിരിയെങ്കിലും മിണ്ടാൻ തുടങ്ങിയതും, പിന്നെ ഡയറി എഴുത്ത്, അതുപോലുള്ള കവിത എഴുത്ത്, അതുപോലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആരംഭിച്ചതും. അപ്പോൾ പിന്നീട് ഞാനിങ്ങനെ വായന, കൂട്ടുകാർ, പ്രാർത്ഥന, ജപമാല അതുപോലുള്ള കാര്യങ്ങളിൽ സജീവമായപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ബലഹീനത എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. കഷ്ടങ്ങളേറുമ്പോൾ കർത്താവേ നീ എൻ്റെ കരം പിടിക്കണമേ, ദുഃഖങ്ങളേറുമ്പോൾ കണ്ണീർ തുടച്ചെന്നെ ആശ്വസിപ്പിക്കണമേ, ജീവിതയാത്രയിൽ ഏകനായി തീരുമ്പോൾ ചാരത്തു നിൽക്കണമേ, ലോകത്തിൻ്റെ ആശ്രയം നീങ്ങിപ്പോയിടുമ്പോൾ കൂട്ടാളിയായിടണേ, ഏകാന്ത ദുഃഖത്തിൽ വീണുഴറിയിടുമ്പോൾ ചങ്ങാതിയായിടണേ, നിത്യദാരിദ്ര്യത്തിൻ പിടിയിൽ അമരുമ്പോൾ ജീവൻ്റെ അപ്പം തന്നിടണേ. എൻ്റെ വീട് ലോൺ എടുത്തിട്ടുള്ള വീടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ലോണൊക്കെ വീഴ്ച കഴിഞ്ഞാൽ ആ പണം പറ്റി കഴിയുമ്പോൾ ലോണൊക്കെ വീഴ്ചയായി. അങ്ങനെ അവിടുന്ന് ജപ്തി നോട്ടീസുകൾ വരാൻ തുടങ്ങി. ജപ്തി നോട്ടീസുകൾ വരാൻ തുടങ്ങിയ സമയത്ത് ഇത് മനസ്സിലായതിൻ്റെ ടെൻഷൻ കയറി തുടങ്ങി. അപ്പോൾ ഞാൻ തമ്പുരാൻ ഇത് അപകടം തന്നത് നീയേ, അപ്പോൾ എന്നെ പ്രത്യേകമായിട്ട് ആ ബസ്സിൽ കൊണ്ടുപോയി ഇട്ടു, തിരഞ്ഞെടുത്ത് അപകടം പറ്റി. ആ ബസ് അപകടത്തിൽ കൂടുതൽ പറ്റിയത് എനിക്ക് പിന്നെ ആർക്കും ഇതുപോലെ പറ്റിയിട്ടുണ്ട്. നമുക്ക് ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വേറൊന്നും പറ്റിയിട്ടില്ല. എന്നെ തിരഞ്ഞെടുത്തത് നീ തന്നെ, ഈ ഇങ്ങനെ ഇരുത്തിയത് നീ. ഇനിയിപ്പോൾ ജപ്തി നോട്ടീസ് വന്നു, അത് നീ എന്നെ തീർക്കേണ്ടി വരും, എനിക്കൊരു വഴിയും കാണാനില്ല. അങ്ങനെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച ഭാര്യയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായി, കാരണം ജപ്തി നോട്ടീസുകൾ വരും. അപ്പോൾ അതിൻ്റെ കുടിശ്ശിക 10,000 രൂപ അടച്ചാൽ ജപ്തി നോട്ടീസ് നിൽക്കും. അങ്ങനെയുള്ള സമയത്ത് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാണെങ്കിലും പ്രാർത്ഥനയിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചാൽ നമുക്ക് ഓരോ സംഭവങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ശരിയാവുന്നുള്ള ഒരു വിശ്വാസം നമുക്കുള്ള കാരണം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു കാറ്, അന്ന് അമ്മ ആശുപത്രിയിൽ എടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഷുഗറിനായിട്ട് ഇവിടെ ഒരു ഇതുപോലെ മുഴപോലെ വന്നിട്ട് അത് കയറിയിട്ട് ആശുപത്രിയിൽ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു കാറ് വീടിൻ്റെ അവിടെ വന്നു. വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്, 2 ആൾക്കാരിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്, അയാൾക്ക് കണ്ണ് കാണില്ലെന്ന് തോന്നണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു നോക്കി നോക്കാൻ തന്നു. അപ്പോൾ കൂടുതൽ ആളെ പിടിച്ചിട്ടുണ്ടായാലും പറഞ്ഞു, അയാൾക്ക് കണ്ണ് കാണാത്ത ഒരാളെ വന്നത്. അങ്ങോട്ട് വന്നിട്ട് വേറെ വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ പേപ്പറിൽ കൂടിയും TV കൂടിയും കണ്ടിട്ടുള്ള ആളെ തന്നെ അറിയുള്ളൂ, ഞാൻ മുന്നേ പരിചയങ്ങളൊന്നുമില്ല. ആ സഹോദരൻ വന്നിട്ട് വർത്തമാനം പറഞ്ഞിരുന്നിട്ട് കുറച്ച് അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളും കുടുംബങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാൽ എല്ലാം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുമ്പിൽ പോകുമ്പോൾ ഒരു കവർ തന്നു. ആ കവർ തന്നെ ഇത് കുറച്ചുള്ള മരുന്ന് മേടിക്കാൻ ഉപയോഗിക്കാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ പോയി. ആ സഹോദരൻ പോയിട്ട് ഇത് തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് 10,000 രൂപ. നമുക്ക് അത്യാവശ്യമായിട്ട് ടെൻഷൻ അടിച്ചിരുന്നായിരുന്നു. ആ 10,000 രൂപയാണ് അതിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നേരെ ബാങ്കിൽ അടച്ച ജപ്തി നോട്ടീസ് ഇപ്പോൾ തൽക്കാലം നിൽക്കും, അതിന് പൈസയും ഈ ബുക്കും കൂടി കണ്ട് കൊടുത്തു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചേട്ടൻ പറഞ്ഞു, ഇതിൻ്റെ പൈസ ഒന്ന് അടച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, ഞങ്ങളിത് വരണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പൈസ കാലത്ത് ആരും അടച്ചു പോയിട്ടുണ്ട്, ആരൊന്നും ഇപ്പോൾ ഓർമ്മയിലില്ല, പൈസ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവിടുന്ന് ഇവിടെ വിളിച്ചു ഇങ്ങനെ പറയേണ്ട എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ അവരോട് ചോദിച്ചൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പാസ്ബുക്കിൽ വരവ് വെച്ചിട്ട് പൈസയും ക്യാഷ് ബുക്കും കൂടി പാസ്ബുക്കും കൂടി തിരിച്ചു വന്നു. അപ്പോൾ അവിടെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്ബുക്കിൽ പൈസ ചേർത്തിട്ടുണ്ട്, പൈസ ആരും അടച്ചു പോയിരുന്നുണ്ട്, പൈസ തിരിച്ചു തന്നേക്കാണ്, അടച്ചിട്ടില്ല പറഞ്ഞു. അന്ന് നീ ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വന്നിട്ട് ചോദിച്ചാൽ ആരടച്ചുള്ളതെന്ന് ചോദിച്ചാൽ ആരടച്ചുള്ള ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ടെൻഷൻ അടിക്കുമ്പോൾ തമ്പുരാനറിയാം നമുക്ക് ടെൻഷൻ അടിക്കും, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളത് നമ്മുടെ ഈശോയ്ക്ക് അറിയാം. ഈശോ നമ്മളേക്ക് പൈസ ഇവിടെ ഒരാളേക്ക് എത്തിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് അവിടുത്തെ പൈസ മുമ്പിൽ അവിടെ വേറെ ആളെ കൊണ്ട് അടപ്പിച്ചു. അങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധി വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പ്രതിസന്ധി വന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അറിയാതെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലേക്ക് മാത്രം നോക്കി നിരാശപ്പെടാണ്ട് ഈശോ നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തിന് പ്രതിഫലമായി ഒരു ചെറിയ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു ബോധ്യത്തോടെ
നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവർക്കൊരു അനുഗ്രഹവും അതിലൂടെ നമുക്ക് ഒരുപാട് ആനന്ദവും അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രാർത്ഥനയിൽ ഞാൻ എൻ്റേതായ ഒരു രീതി രൂപപ്പെടുത്തിയെടുത്തു. യേശുക്രിസ്തുവിനോട് ഒരു ചങ്ങാതിയോടെന്ന പോലെ സംസാരിക്കാവുന്ന ഒരടുപ്പം, കരയാം ചിരിക്കാം. പുറമേ ഞാൻ ഒരു മനുഷ്യരുടെ അടുത്തും അങ്ങനെ എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും കരയാറില്ല. ഞാൻ എൻ്റെ പ്രാർത്ഥന, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ എല്ലാ വികാര വിചാരങ്ങളും ഷെയർ ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഈശോയുമായിട്ടാണ്. അതെനിക്കൊരു ഏറ്റവും സേഫായിട്ടും സന്തോഷമായിട്ടും തോന്നിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അവിടെ നിന്ന് വന്നു, വീട്ടിൽ കിടന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റ നിർബന്ധം. അപ്പോൾ ഇടുപ്പിലൊക്കെ തകർന്നു പോയുള്ള കാരണം എണീപ്പിച്ച് നിർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ നിർബന്ധം, ഇപ്പോൾ എഴുന്നേറ്റ് നിന്നേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ചേട്ടാ എപ്പോൾ വന്നാലും ഞാൻ പറയും എനിക്ക് എഴുന്നേറ്റ് വെക്കണം ചേട്ടാന്ന് പറയും. ചേട്ടൻ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞല്ലോ എണീറ്റ് നിൽക്കരുതെന്നല്ല പറഞ്ഞേക്കണം, നീ എങ്ങനെ എന്ത് ഈ വാശി പിടിക്കുന്നത്, പറ്റില്ല എന്ന് പറഞ്ഞില്ല, ഇടുപ്പിലൊക്കെ തകർന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണേ പറയും. എന്താ അവസ്ഥയായിരുന്നു ഡോക്ടർമാരുടെ അവസ്ഥയല്ല എൻ്റെ ഈശ്വര അവസ്ഥ. ഡോക്ടർമാരുടെ കാര്യം ഞാൻ സമ്മതിച്ചു, പക്ഷേ എൻ്റെ ഈശ്വരനെ നിർത്തും, നടത്തും, ഓടിക്കും, അതെനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചേട്ടൻ തറവാട്ട് 2-3 സുഹൃത്തുക്കൾ കാരണന്മാരുണ്ട് നമ്മുടെ തറവാട്ട് ചേട്ടന്മാരുടെ എന്ന് പറഞ്ഞു, ഇങ്ങനെ അവൻ എപ്പോൾ എന്നാലും അതിനെ പറയുള്ളൂ, അവൻ എഴുന്നേറ്റ് നിൽക്കണം, ഒറ്റ വാശിയാണെന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം 2 ആൾ, ഞങ്ങളോടും അതേ നിർബന്ധം പറഞ്ഞു, നമുക്ക് എന്തായാലും അവൻ്റെ വിശ്വാസമല്ലേ അവൻ നിർത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നപ്പോൾ ഞാൻ വർഗീസേട്ടനും പ്രാഞ്ചനും കൂടി വന്നപ്പോൾ വർഗീസേട്ടാ എനിക്ക് എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞ് നിന്നേ പറ്റുള്ളൂ. കാരണം അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇടുപ്പൽ താർന്നതാണ്, എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റില്ലടാ ഡോക്ടർമാരെയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഡോക്ടർമാരെ കണക്ക് വേറെ, ഡോക്ടർമാർ പറഞ്ഞ അന്ന് 8 മണിക്ക് മരിക്കുമെന്ന് തീർത്ത് പറഞ്ഞു ഡോക്ടർമാർ. പക്ഷെ നമ്മൾ മരിച്ചിട്ടില്ല, ഇന്ന് രാത്രി 8 മണിയാവാനാണ് പോണേ, എന്നിട്ടും ഞാൻ മരിച്ചിട്ടില്ല. എനിക്ക് നല്ല ധൈര്യമുണ്ട്, എനിക്ക് എണീക്കാം, നടക്കാം, ഓടാൻ പറ്റുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് എഴുന്നേറ്റ് നിന്നേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ പറഞ്ഞു അധികം നേരം പറ്റില്ല, എന്നാൽ 1 മിനിറ്റ് നിൽക്കാമെന്ന്. ഞാൻ 1 മിനിറ്റ് മതി, അതെനിക്ക് നല്ല ആത്മവിശ്വാസമായിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ 2 ചേട്ടന്മാരെ എൻ്റെ ചേട്ടനെയും പിടിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു. ആ എഴുന്നേറ്റ് നിന്നത് എനിക്ക് പ്രത്യേക ഒരു ഉണർവ് കിട്ടി. എൻ്റെ വളരെ നിസ്സാരമായൊരു ആഗ്രഹമായാലും ആവശ്യമായ പോലും ഞാൻ ചോദിക്കണേക്കാളും മുമ്പ് തന്നെ അറിഞ്ഞ് ചെയ്തു തന്ന് പരിപാലിക്കുന്ന കർത്താവിൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ അതിനെ മരിക്കുന്നത് ആ ഒരു വിശ്വാസ സന്തോഷത്തിലാണ് ഞാനിപ്പോഴും അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉൾപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഞാനും ഭാര്യയും വേറെ ഒരു സുഹൃത്തും കൂടിയിട്ട് കോട്ടയിലേക്ക് ധ്യാനത്തിന് പോയത് കൗൺസിലിങ്ങിൻ്റെ നേരത്തെ എന്നോട് കൗൺസിലിംഗ് നടത്തേണ്ട ചേട്ടൻ പറഞ്ഞു. അപ്പോൾ നടക്കുമ്പോൾ എന്നെ ഇവിടുന്ന് ഈ 2 ആൾ തോളിൽ തൂങ്ങി ഇവിടുന്ന് ഇവിടെ വരെ ഒരു വലിയ ബെൽറ്റ് ഉണ്ട്, പടച്ചട്ട പോലത്തെ ബെൽറ്റ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കെട്ടുന്ന ഒരു വലിയ ബെൽറ്റ് ഉണ്ട്, അത് ഇട്ടിട്ട് വേണം എനിക്ക് നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് അത് തന്നേക്കണേ. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടി ഇറുകി പിടിക്കുന്നൊരു ബെൽറ്റാണ്, ടൈറ്റാക്കി ഇടും. അപ്പോൾ നട്ടലിലാണ് എടുത്ത് ചിന്നിയുള്ള കാരണം അത് ഇട്ടിട്ട് വേണം എനിക്കാൻ, വേറെ ഒന്നും ചെയ്യരുത്, ഇടുപ്പിലൊക്കെ പൊട്ടിയാണ് ശ്രദ്ധിച്ചിട്ട് വേണമെന്നൊക്കെ പണ്ട് വിട്ടാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് പ്രാർത്ഥന ഈ കൗൺസിലിങ്ങിൻ്റെ നേരത്ത് ആ സഹോദരൻ പറഞ്ഞു സിംസനെ എഴുന്നേൽക്കേണ്ട സമയമായിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എഴുന്നേൽക്കാൻ കുഴപ്പമില്ല, ആ ബെൽറ്റ് എടുത്ത് തരണം, അതുപോലെ ഭാര്യനെ വിളിക്കണം, ഭാര്യനൊക്കെ നീക്കിയെടുത്തേക്കായിരുന്നു കൗൺസിലിംഗ് നേരത്ത്, ഭാര്യയുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്, ആ ചേട്ടനെ വിളിക്കണം, അപ്പോൾ എഴുന്നേൽക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ. ഇപ്പം എഴുന്നേൽക്കേണ്ട സമയമാണ് പറയണത്, ഇപ്പം എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ബെൽറ്റ് കണ്ട് എഴുന്നേൽക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംസ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ, സമയം ഇതാണ് സമയം, ഈ സമയത്ത് എണീക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും നോക്കി നോക്കാം. അപ്പം എന്നോട് പറഞ്ഞു പതുക്കെ കൈ കുത്തിയിട്ട് എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കൈ കുത്തിയിട്ട് പതുക്കെ ഇങ്ങനെ എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ വേദനയില്ല. മറ്റേ നട്ടലിൻ്റെ അവിടെ കുത്തണ പോലത്തെ വേദന വരാറുണ്ട്, എന്നാൽ വേദനയില്ല. അതിനെ കൈ കുത്തിയിട്ട് പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ഇരുന്ന് കിടക്കണമെന്ന് എഴുന്നേറ്റ്. അപ്പം പിന്നെ സ്ട്രെച്ചറിന് കൊണ്ടൊക്കെ എടുത്തേക്കണത് അവിടെ. അപ്പോൾ ഞാൻ കൈ കുത്തിയിട്ട് പതുക്കെ എണീറ്റിരുന്നപ്പോൾ എനിക്കൊരു വിശ്വാസമായി, വേദന ഒന്നും കാണിക്കുന്നില്ല. അപ്പം എന്നോട് ഒരു കാല് പതുക്കെ കട്ടിലുമ്പോൾ താഴത്തേക്ക് ഇറക്കാൻ പറഞ്ഞു. അവനൊരു കാല് പതുക്കെ നരക്കി താഴത്തേക്ക് ഇറക്കി. അപ്പം നോക്കി അവൻ ഇടുപ്പിലിൻ്റെ അവിടെ വേറെ ഒരിടത്തിലും വേദനയില്ല. അപ്പം എനിക്ക് ഇൻട്രസ്റ്റായി, കാരണം നമുക്കത് നടക്കാൻ പറ്റുന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു, അത് നടക്കാൻ പോവാണ്. അങ്ങനെ അപ്പനോട് മറ്റേ കാര്യം പതുക്കെ നീക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് എടുക്കണ സമയത്ത് വെറുതെ മുണ്ട് പുതച്ചിടുള്ള മതി, കാരണം ഈ യൂറിൻ്റെ ട്യൂബ് സൈഡിൽ കെട്ടണു, പിന്നെ മോഷൻ്റെ കവറിൽ മുണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് കിടക്കണ സമയത്ത്. അപ്പം ഞാൻ ആ കാല് വേഗം കൊണ്ടുവന്നു. അപ്പം ഞാൻ മുണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. മുണ്ടൊക്കെ നമുക്ക് നോക്കാം, കാല് ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം കൊണ്ടുവന്നു. തിക്കുന്നേരക്ക് അടിക്കണ്ട, ആയത്തിൽ ഇറക്കിയാൽ മതി, സമയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആയത്തിൽ കാല് താഴത്തേക്ക് ഇറക്കി. അപ്പം എന്നോട് പറഞ്ഞ് എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. അവന് എണീറ്റ് നിൽക്കാൻ മുണ്ട് ശരിയാകണം, വെറുതെ പുതച്ചിട്ടുള്ളൂ. അപ്പോൾ മുണ്ട് നമുക്ക് നോക്കാം, അത് എണീറ്റ് നിൽക്കുന്നതാണ്. മുണ്ടൊക്കെ ഞാൻ പിടിപ്പിച്ചാൽ എണീക്കാൻ പറഞ്ഞു. അപ്പോൾ എവിടെയും പിടിച്ച് നിന്നാൽ എണീക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അതിനെ പിടിക്കണം എന്നാണ്.
അപ്പോൾ അവിടെ ഷീറ്റ് അടിച്ചിട്ട് ആംഗിളാണ് നിൽക്കുന്നുണ്ട്. എൻ്റെ കൈ പിടിച്ചിട്ട് ആംഗിളും പിടിച്ചിട്ട് പറഞ്ഞു, അതും പിടിച്ചിട്ട് എണീറ്റാളാണ്. അപ്പം എനിക്ക് കൂടുതൽ വിശ്വാസമായി. ഈശോനെ വിളിച്ചിട്ട് അതും പിടിച്ചിട്ട് എണീറ്റ് നിന്നിട്ട് നോക്കിയപ്പോൾ ഒരാളുടെ സഹായം ഇല്ലാണ്ട് അതിനെ എണീക്കാൻ പറ്റിയതാണ് എനിക്ക് വലിയൊരു ഉയർത്തെഴുന്നേൽ പോലെ. എനിക്ക് അങ്ങനെ നടക്കാൻ പോകുന്നു. അങ്ങനെ ഞാൻ ആ ആംഗിളും പിടിച്ചിട്ട് ആ പോണത് ദൂരം അത്രയും ദൂരം അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നുകൊണ്ട് ഈ ഒരു കൈ പിടിച്ച് നടന്നു. അങ്ങനെ പിന്നെ അന്ന് തുടങ്ങി നടത്താം, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും മനസ്സിൽ ഈ ഹാർട്ട് ഫെൽറ്റായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ മുമ്പ് നനഞ്ഞൊലിക്കുന്ന ഒരു വീടായിരുന്നു ഉണ്ടായിരുന്നത്. ആ നനഞ്ഞൊലിക്കുന്ന വീട്ടിൽ ഞാനും അമ്മയും ഒരു റൂമിലായിരുന്നു ഉറങ്ങിയിരുന്നത്. റൂമെന്നൊന്നും പറയാൻ പറ്റില്ല, കാറ്റും വെളിച്ചമൊന്നും കിടക്കാത്ത ഒരു സ്ഥലം. എന്നിട്ട് ആ സമയത്ത് ഓരോറക്കം കഴിഞ്ഞ് ഞാനും ഉണരുമ്പോൾ പതിയെ ഇങ്ങനെ തേങ്ങൽ പോലെ കേൾക്കാം. അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി എൻ്റെ കാലിലിങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഉണർന്നു എന്നുള്ളത് അമ്മയും അറിഞ്ഞിട്ടില്ല. അമ്മ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ അറിഞ്ഞായിട്ടും അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ബലമാണ്. ആ ഒരു പ്രാർത്ഥനയുടെയോ ആ ഒരു ത്യാഗത്തിൻ്റെയോ ആ ഒരു ഉറക്കവെള്ളത്തിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് നനയാത്തൊരു വീട്ടിൽ കിടക്കാൻ പറ്റുന്നത്. ഒരുപാട് പേര് ഫോണിലൂടെ എന്നെ വിളിച്ച് എന്നോട് പ്രാർത്ഥന സഹായം ചോദിക്കാറുണ്ട്. എൻ്റെ കയ്യാണെങ്കിലും ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാനായിട്ട് എൻ്റെ കയ്യാണെങ്കിലും എൻ്റെ അമ്മച്ചിയാണ് ഫോണിൽ ഹെഡ്ഫോൺ കുത്തിയിട്ട് എനിക്ക് വെച്ച് തരാറ്. പക്ഷെ ചില സമയത്ത് അമ്മച്ചി എൻ്റെ റൂമിലുണ്ടാവില്ല, പുറത്ത് അമ്മൂട്ടത്തെ കടയിലും പോയിട്ടുണ്ടാവും. എനിക്കത് ഒച്ചുണ്ടാക്കി, നേരത്തെ പറഞ്ഞ പോലെ എനിക്കത് ഒച്ചുണ്ടാക്കി അമ്മച്ചിനെ വിളിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒച്ചുണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ തൊണ്ടയിലെ ട്യൂബിൻ്റെ അടപ്പ് തുറന്നു പോകും, പിന്നെ കാറ്റ് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വെൻറ്റിലേറ്റർ ഐ സി യു വെച്ച് പഠിച്ച ഈ ശബ്ദത്തിൽ അമ്മച്ചിനെ വിളിക്കുക. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എവിടെയല്ല പാവം ഓടി വരും. ഈ ഹെഡ്ഫോൺ വെച്ചാലും ഞാൻ അങ്ങനെ എല്ലാവരും സംസാരിക്കാറ്. തല മാത്രം അനക്കാൻ പറ്റണം എന്നെക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് എത്രയോ നല്ല ആൾക്കാരായ നിങ്ങളെ കൊണ്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായി നമ്മുടെ ദൈവത്തിന് സാധിക്കും. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ചെറിയ ഗ്രോട്ടകൾ, ഈ മരമണിയുടെ തന്നെ ഗ്രോട്ടകൾ ഉണ്ടാക്കാൻ മനസ്സിലായത്. അങ്ങനെ ഗ്രോട്ടകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രോട്ടകൾ ഉണ്ടാക്കി. അതുപോലെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വെറൈറ്റി. അപ്പോൾ ഒരു പണിക്കാർ, നിർമ്മാണ തൊഴിലാളിയായാലും പാർക്ക് പണിയാണെങ്കിലും പുതിയ പുതിയ മോഡലുകളെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗ്രോട്ടകൾ ഉണ്ടാക്കി. ആ ഗ്രോട്ടകൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിനൊരു മോഡൽ മാറ്റാൻ നോക്കിയാണ് ചെറിയ ചെറിയ കുരിശുപള്ളികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇതുപോലത്തെ ഓരോ സാധനം ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ കുരിശുപള്ളികൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതിന് വെറൈറ്റികൾ ഏതായാലും ചെയ്യാൻ ഇങ്ങനെ മനസ്സിൽ പ്രചോദനം തോന്നി തുടങ്ങിയപ്പോൾ പിന്നെ ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതുപോലത്തെ വലിയ, ഇതിപ്പോൾ നമ്മുടെ മറ്റേ വനമാതാവിൻ്റെ പള്ളിയുടെ മോഡലാണിത്. ഈ വനമാതാവിൻ്റെ പള്ളിയുടെ മോഡൽ ഉണ്ടാക്കിയത്. ഓരോ സാധനങ്ങളും ക്രൂശിതനായ ഈശോയുടെ ചുംബനങ്ങളാണെന്ന് മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സാധനങ്ങൾ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ശക്തിയായിട്ടുള്ള വേദന വരാറുണ്ട്, പലപ്പോഴും വരാറുണ്ട്. അപ്പം എന്നെ അടുത്തറിയണവർക്ക് അറിയാം ശക്തിയായിട്ടുള്ള വേദന വന്നാലും എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാം. ആ അവസ്ഥയിൽ നമ്മൾ പഠിക്കാണ്ട് ഈശോയുടെ നല്ല ചുംബനങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ തന്നെ എത്ര വലിയ സാധനമായാലും അതിനെ അതിജീവിക്കാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടും.